ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോർത്ത് റെസിപ്പീസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എഗ് റോസ്റ്റ് ആണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനായും കണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കോഴിമുട്ട കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. കുക്കറിൽ ജസ്റ്റ് ഒരു വിസിൽ അടിച്ചെടുത്താൽ മുട്ട കറക്റ്റ് വേവായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ്: 3 സവാള, ഒരു വലിയ പഴുത്ത തക്കാളി, 4 എരിവുള്ള പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, കോക്കനട്ട് ഓയിൽ എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചതും വേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നടുകീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. മുളക് ഇങ്ങനെ നടുകീറി തന്നെ ഇടണമെന്ന് ഒരു നിർബന്ധവുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞു ചേർക്കാവുന്നതാണ്. ഇനി അടുത്തതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് സവാള നന്നായി വാടി ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റി കൊടുക്കണം. സവാള ഇതുപോലെ നന്നായി വാടി വന്നാൽ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായി മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്ത് തക്കാളി നന്നായി വേവുന്നവരെ അടച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് മൂടി തുറന്നു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാൻ മറക്കരുത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടും. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിനി ഈ മസാല ഒന്ന് ഗ്രേവി ആക്കാനായി 1/4 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവി ആക്കാനായി വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ചൂടുവെള്ളം ചേർത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് വരഞ്ഞു കൊടുത്ത് ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി അവസാനമായി നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായി ഞാൻ കുറച്ച് കറിവേപ്പില മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ വളരെ ഈസിയും സൂപ്പർ ടേസ്റ്റിയുമായ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും ഒക്കെ ഒപ്പം ഒരു സൂപ്പർ കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.